എൻ്റെ മോള് ഇത്രയ്ക്കും ഇവിടെ എത്തിപ്പെട്ടപ്പോൾ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നത്, അതോടൊപ്പം നിങ്ങളോട് ഞാൻ നന്ദി പറയാണ്. എൻ്റെ പേര് ശരണ്യ. ഞാൻ ഇവിടെ തൃശ്ശൂരിൽ നിന്നാണ്. ഞാനിപ്പോൾ നെറ്റ് ക്വാളിഫൈ ചെയ്തതിൻ്റെ സന്തോഷത്തിലാണ്. അത് നമുക്ക് സന്തോഷത്തിനേക്കാൾ ഏതെങ്കിലും ഒരു വേർഡ് ഉണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ അതിനെ പറയാമെന്നാണ്. കാരണം എൻ്റെ ഫാമിലിയും എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. അതിനൊക്കെ കാരണം ഐഫറാണ്. ആദ്യം തന്നെ ഞാൻ അവരോട് നന്ദി പറഞ്ഞിട്ടാണ് തുടങ്ങണത്. കാരണം എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് അവർ ഈ ഒരു ചെറിയൊരു 6 മാസം കൊണ്ട് അവരെനിക്ക് നടത്തി തന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ കടപ്പാടും സ്നേഹവും എല്ലാം എനിക്ക് ഐഫറിനോടുണ്ട്. ഇത് പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം ഒന്നും സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല ആദ്യം. കാരണം എല്ലാം പതുക്കെ തുടങ്ങാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നടന്നു. പിന്നെ ഞങ്ങളുടെ മെൻറ്റേഴ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക. ആഴ്ചയിൽ ഇങ്ങനെ മെൻറ്ററിങ് സെക്ഷനും വെച്ച് അപ്പോൾ അവർ പറയും നിങ്ങൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സമയമാകുമ്പോൾ ഇങ്ങനെ സ്ട്രെസ് ആവില്ല എന്നൊക്കെ അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ മെൻറ്ററിങ് സെക്ഷൻ വരുമ്പോൾ നമ്മളോട് പറയുമെങ്കിലും അപ്പോഴൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു പകുതി പഠിച്ച ഒരു ഭാഗം ഒരു 2 സബ്ജക്റ്റൊക്കെ മുഴുവനായിട്ട് തീർന്നപ്പോഴാണ് ഒരു വെപ്രാളവും ടെൻഷനൊക്കെ വന്നു തുടങ്ങി. ഇനി നമ്മൾ അതും കൂടി തീർക്കണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട്. മാത്രമല്ല ഞാൻ ആദ്യം സെൽഫായിട്ട് നോക്കിയിരുന്നു, ഒരു 3 തവണ സെൽഫായിട്ട് നോക്കിയിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു മെറ്റീരിയൽസ് വെച്ച് മാത്രം ഞാൻ ആദ്യം നോക്കിയിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഐഫറിൽ ചേർന്നപ്പോഴാണ് എൻ്റെ കയ്യിലുള്ള മെറ്റീരിയൽസ് ഒന്നുമല്ല. കാരണം അത് കുറച്ചും കൂടി വൈഡായിട്ട് എനിക്ക് തോന്നിയത് ഐഫറിൽ ചേർന്ന സമയത്താണ്. കുറേ പഠിക്കാനുള്ള അവർ എല്ലാ ബുക്കും പോലെ നമുക്ക് പഠിക്കാനുള്ള എല്ലാ ബുക്കും പോലെയൊക്കെ അരിച്ച് ഇറക്കി അതൊരു നോട്ട്സ് പോലെ ആക്കിയിട്ടൊക്കെ അതൊക്കെ നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. അതേപോലെ പേപ്പർ 1 ഞാൻ 3 വട്ടം ട്രൈ ചെയ്തപ്പോൾ എനിക്ക് പേപ്പർ 2 കുഴപ്പമില്ലാണ്ട് തോന്നി. പേപ്പർ 1 എനിക്ക് തീരെ അറിയണ്ടായിരുന്നില്ല. പക്ഷേ ഐഫറിൽ ചേർന്നപ്പോൾ പേപ്പർ 1 നമുക്ക് സെപ്പറേറ്റ് ഒരു റിവിഷനെ വേണ്ടി വന്നില്ല. അതൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കവർ ചെയ്ത് തന്നിട്ടുണ്ട് അവർ. അതേപോലെ പേപ്പർ 2ൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് എന്ത് ഡൗട്ട് വന്നാലും ധൈര്യമായിട്ട് ചോദിക്കാനായിട്ട് ഞങ്ങൾക്ക് 2 നല്ല ടീച്ചേഴ്സ്, ഞങ്ങളുടെ മെൻറ്ററായിട്ടുള്ള ജ്യോതിക മാമും അതേപോലെ ദേവിക മാമും നല്ലോണം അവർ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ അമ്മയ്ക്ക് കുറച്ച് വയ്യാണ്ടായി, അതേപോലെ എനിക്ക് വയ്യാണ്ടായി. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് വന്നു, ക്ലാസ്സസ് ഒന്നും അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റാണ്ടായി. ഇങ്ങനെ കുറേ ഗ്യാപ്പ് വന്നപ്പോൾ ജ്യോതിക മാമിനോട് പറഞ്ഞു ഇങ്ങനെ പറ്റണില്ല ഒക്കെ, അങ്ങനെ ഓവർലോഡായിട്ട് കെടുക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കങ്ങനെ അവർ ഡിസ്കറേജ് ചെയ്യണ പോലെ അങ്ങനെ ഒന്നും അവർ സംസാരിച്ചിട്ടില്ല. അവർ എപ്പോഴും പറഞ്ഞത് സാരില്ല, നമുക്കുള്ള സമയത്തിന് നമ്മൾ പഠിച്ചാൽ മതി. അത് മാത്രമല്ല നമുക്ക് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള റിസൾട്ട് കിട്ടുമെന്ന് എന്നെ വിശ്വസിപ്പിച്ചതും ജ്യോതിക മാമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ജ്യോതിക മാമിൻ്റെ അടുത്താണ്. കാരണം എന്നെ അത്ര അധികം മോട്ടിവേറ്റ് ചെയ്യുകയും അതേപോലെ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ എന്ത് തിരക്കുണ്ടെങ്കിലും ഇപ്പോൾ ക്ലാസ്സിലാണെങ്കിൽ കൂടി എനിക്കത് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. അതൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. പിന്നെ ഇത്രയും അവരുടെ കൂടെ ഈ 6 മാസത്തെ ജേണി ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ ഫ്രണ്ട്സിനോടും പറഞ്ഞിട്ടുണ്ട് നല്ലൊരു ക്ലാസ്സാണ്. അനീസാറിൻ്റെ ക്ലാസ് നല്ല അടിപൊളി ക്ലാസ്സാണ്. പിന്നെ എക്സാമൊക്കെ ആവാറാകുമ്പോൾ JR ക്ലബ് സെക്ഷനൊക്കെ ആദ്യമൊക്കെ നല്ല ഇൻട്രസ്റ്റിലിരുന്നു. പിന്നെ ഉറക്കം തോന്നി അങ്ങനെയൊക്കെ ഇരിക്കെങ്കിലും ഇതിൻ്റെ റിപ്പീറ്റേഷൻ കാണും. ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് അങ്ങനെ ഇരുന്ന് കാണും. അങ്ങനെ കുറച്ച് ക്ലാസ്സൊക്കെ ഞാൻ പെൻഡിങ് വെച്ചിട്ടുണ്ട് കാണാൻ പറ്റാണ്ടൊക്കെ. പക്ഷേ ഒക്കെ എല്ലാം നല്ല ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാരൻസിനെ പോലെ തന്നെ ഐഫർ. കാരണം നമുക്ക് പാരൻസ് എപ്പോഴും അവരുടെ കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് തന്നെയല്ലേ കൊടുക്കുള്ളൂ. ഐഫറും അതേപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഐഫർ എപ്പോഴും ബെസ്റ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. അതിപ്പോൾ നോട്ട്സിൻ്റെ കാര്യമായാലും ഡിസ്കഷൻ്റെ കാര്യമായാലും പിന്നെ അവരോട് നമ്മൾ സ്റ്റുഡൻസിനോട് പെരുമാറുന്ന പോലെ എല്ലാവരും ഒരിക്കലും പെരുമാറിയിട്ടുള്ളത് നല്ലൊരു ഒരു ഫ്രണ്ടിനോട് എന്നെ പോലെ, അല്ലെങ്കിൽ ഒരു അനുജത്തിയോട്, ഒരു അനിയനോട് അതേപോലെയാണ് അവർ പെരുമാറിയിട്ടുള്ളത്. അങ്ങനെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്ന ടീച്ചർമാരൊന്നും ആയിരുന്നില്ല. ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്ന ടീച്ചേഴ്സ് തന്നെയായിരുന്നു. പേപ്പർ 1 ടീച്ചേഴ്സ് എല്ലാവരും നല്ല അടിപൊളി ടീച്ചേഴ്സായിരുന്നു. നമുക്കൊരു നെഗറ്റീവ് മാർക്കും പറയാൻ പറ്റില്ല അവർ.
പിന്നെ എനിക്ക് ചെറുത് മുതലേ എനിക്ക് ടീച്ചറാവാനായിരുന്നു ആഗ്രഹം. കാരണം അമ്മ അംഗനവാടി ടീച്ചറാണ്. അപ്പം അമ്മ ചെറുതിലേ ഇങ്ങനെ അംഗനവാടിയിൽ കൊണ്ടിരുത്തും. ഇങ്ങനെ ഇപ്പോൾ സ്കൂളില്ലാത്തപ്പോഴും അവിടുന്ന് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വന്ന് നിൽക്കുമ്പോൾ അമ്മ എന്നെ അംഗനവാടി കൊണ്ടിരുത്തും. അപ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ പഠിപ്പിക്കണ കാണുമ്പോൾ നമുക്ക് ഒരു ആഗ്രഹം തോന്നും. അത് മാത്രമല്ല, ഞാൻ +2 എനിക്ക് എക്കണോമിക്സ് ഇഷ്ടമാവാൻ കാരണം തന്നെ എന്നെ +2 പഠിപ്പിച്ച സൗമ്യ എന്ന് പറഞ്ഞൊരു മിസ്സുണ്ട്. ആ മിസ്സാണ് എനിക്ക് എക്കണോമിക്സ് ഇത്രയും ഇഷ്ടമാക്കി തന്നത് തന്നെ. സൗമ്യ മിസ്സാണ്. കാരണം എനിക്ക് ഫസ്റ്റത്തെ ഒരു യൂണിറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു എക്സാമിൽ എനിക്ക് നല്ല മാർക്ക് കിട്ടിയപ്പോൾ എൻ്റെ മിസ്സ് നന്നായി കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇഷ്ടം കൊണ്ടാണ് എനിക്ക് എക്കണോമിക്സിനോട് ഇത്ര ഒരു പ്രിയം തോന്നിയത്. അപ്പോൾ ആ മിസ്സിനോട് ഞാൻ ഡിഗ്രിക്ക് എക്കണോമിക്സ് എടുക്കാൻ കാരണം തന്നെ സൗമ്യ മിസ്സാണ്. അതേപോലെ കേരള ഓർമ്മയത്തെ ടീച്ചേഴ്സും അവരൊക്കെ നല്ലൊരു ടീച്ചേഴ്സായിരുന്നു. ഞാൻ റിസൾട്ട് അറിഞ്ഞപ്പോൾ ഞാൻ ഷിജിത മിസ്സിനെ ഞാൻ അറിയിച്ചിരുന്നു. എല്ലാവരും ഇപ്പം എന്താ പറയുക, ഈ സന്തോഷത്തിൽ എനിക്ക് എൻ്റെ സന്തോഷം ആരോടൊക്കെയാണ് പറയേണ്ടതെന്ന് എനിക്ക് അറിയണ്ടായില്ല. എനിക്ക് റിസൾട്ട് അറിയണവരൊക്കെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ, കൈയൊന്നും വരയ്ക്കലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ റിസൾട്ട് അറിഞ്ഞ് ക്വാളിഫൈഡ് എന്ന് കണ്ടപ്പോൾ തൊട്ട് എൻ്റെ കൈയും കാലൊക്കെ വരയ്ക്കാൻ തുടങ്ങി. എന്നിട്ട് ഞാനത് അമ്മേനെ വിളിച്ചു പറഞ്ഞപ്പോൾ അമ്മ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അമ്മയ്ക്ക് അത് നല്ലൊരു ജോലി കിട്ടി ഒന്ന് സെറ്റിലാവണം എന്നായിരുന്നു ആഗ്രഹം. അതേപോലെ എൻ്റെ വീട്ടുകാരും ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരാണ് എന്നോട് ചേർന്നോ, ഫീസൊന്നും കാര്യമാക്കണ്ട, ചേർന്നോ എന്നൊക്കെ പറഞ്ഞ് എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്തത് ഹസ്ബൻഡിൻ്റെ വീട്ടുകാരാണ്. അവരിപ്പോഴും എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക, ഇനി PSCക്ക് അടുത്ത് ചെയ്യുക. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഒരു ചെറിയൊരു ജോലിക്കായിട്ട് അങ്ങനെ കയറാനായിട്ട് എല്ലാവരും നിർബന്ധിക്കണം. ചെയ്യുകയാണെങ്കിൽ ഒരു നല്ല രീതിയിലുള്ളൊരു ജോലിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നതാണ് 2 വീട്ടുകാർ എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഫീ കൂടുതലായി ആ സമയത്ത് കയറിയ സമയത്ത് നമുക്ക് തോന്നിയിരുന്നു ഭയങ്കര കൂടുതലാണെന്നൊക്കെ. പക്ഷെ നമ്മൾക്ക് തരുന്ന മെറ്റീരിയൽസും നമുക്ക് ഈ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ 27 നമ്മുടെ അടച്ച ഫീ അത്ര വലുതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. കാരണം അത് അത്രയും ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഇറങ്ങിയിട്ടുള്ള എജുറീൽസ്, അത് പേപ്പർ 1 നമ്മൾ ഈ ഹെത്ത ഭാഷയൊക്കെ പഠിക്കാൻ എജുറീൽസാണ് നല്ലത്. നമ്മുടെ ഫാലസീസൊക്കെ പഠിക്കാൻ നമ്മൾ എക്സ്ട്രാ നോട്ട്സ് ഒന്നും വേണ്ട. നമുക്ക് അനീസ് സാറിൻ്റെ ആ എജുറീൽസ് തന്നെ നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. ഞാൻ എക്സാം സമയത്ത് എനിക്ക് അവിടെ നിന്ന് ഇരിങ്ങാലക്കുടയിൽ നിന്ന് എക്സാം ഹാളിലേക്ക് കുറച്ച് ദൂരമുണ്ട്. അപ്പം ഞാൻ വണ്ടിയിലിരുന്ന് ഞാൻ സാറിൻ്റെ റീൽസൊക്കെ കണ്ട് പോയിരുന്നത്. കാരണം അത് പിന്നീട് നമുക്ക് കുറേ നോട്ട്സ് എടുത്തിട്ട് അങ്ങനെ അണ്ടർലൈൻ ചെയ്ത് അങ്ങനെ വായിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ക്ലാസ്സൊക്കെ നല്ലതാണ്. പിന്നെ അവർക്ക് തരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കുറേ വർക്കൗട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ മറ്റേ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനൊക്കെ നല്ല തറായത്. അവർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആക്ടിവിറ്റി ഗ്രൂപ്പിൽ അവർ തരും. അപ്പോൾ അതൊക്കെ ഇരുന്ന് ചെയ്തിട്ടാണ്. ആക്ടിവിറ്റി ഗ്രൂപ്പൊക്കെ നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. നമുക്കറിയാത്ത കുറേ കാര്യങ്ങളൊക്കെ ഹോംവർക്ക് പോലെ തരും. അവിടെ നിന്നൊക്കെ കണ്ടുപിടിച്ച്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ച് എഴുതുമ്പോഴാണ് നമ്മളുടെ ശരിക്കും അതൊരു തലയിൽ കയറി ഇരിക്കുകയുള്ളൂ. എന്നിട്ട് അതൊക്കെ ഇങ്ങനെ ഇരുന്ന് ചെയ്ത് ഒക്കെ നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. അതുപോലെ മിത്ര മാം ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കും, നിങ്ങളൊക്കെ അല്ലേ, ഓക്കെ അല്ലേ. എക്സാം കഴിഞ്ഞിട്ടും വിളിച്ചിരുന്നു, ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്താണോ ഇപ്പോൾ എന്താ വിളിക്കണേന്നൊക്കെ. കാരണം എക്സാമൊക്കെ കഴിഞ്ഞില്ല, എന്നിട്ടും വീണ്ടും ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓക്കെ ആണ്. നമ്മളെക്കുറിച്ച് നല്ലോണം അവർ കൺസേൺ ആണ്. നമ്മുടെ വീട്ടുകാരെ പോലെ തന്നെ നമ്മളെക്കുറിച്ച് അവർ നമ്മളെ സ്വന്തം പോലെ കണ്ടിട്ട് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ എല്ലാം അന്വേഷിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾക്ക് എന്തെങ്കിലും മെൻ്റൽ സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു ക്ലാസ് ഉണ്ട്. എല്ലാം നല്ല ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. എൻ്റെ മോൾക്ക് ഇങ്ങനെ നെറ്റ് പഠിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ വീട്ടുകാരെല്ലാവരും ഫുൾ സപ്പോർട്ടായിരുന്നു. അപ്പം അങ്ങനെ കുട്ടിയുടെ ആഗ്രഹപ്രകാരം നമ്മൾ ക്ലാസ്സിന് പറഞ്ഞയച്ചു. കുട്ടി നല്ല ഹാർഡ് വർക്ക് ചെയ്ത് പരീക്ഷയുടെ റിസൾട്ട് വന്നു. ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. അതിനു വേണ്ടി ഞങ്ങളെല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഒരുപാട് സന്തോഷം. എനിക്ക് എൻ്റെ മോള് വിളിച്ച് പറയുമ്പോൾ എനിക്ക് സന്തോഷം തോന്നിയത്. ഇതിനേക്കാളും ഉയരങ്ങളിലേക്ക് ഒത്തുകൂടി എത്തിപ്പെടട്ടെ എന്നുള്ളത് എനിക്ക് ആഗ്രഹമുള്ളത്. നിങ്ങളുടെ കോഴ്സിന് ചേർന്ന് അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് നന്ദി പറയാണ്. എൻ്റെ മോള് ഇത്രയ്ക്കും അവൾക്ക് എത്തിപ്പെടാൻ പറ്റിയല്ലോ.
അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറഞ്ഞിട്ട് അവിടെ അത് ഇട്ട് തന്നു. അപ്പോൾ പറയുന്നതിന് മുന്നേ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ടായില്ല സർട്ടിഫിക്കറ്റ്. പക്ഷെ അത് പറയുമ്പോൾ ഞാൻ കണ്ണെന്നറിയാൻ വെച്ചിട്ട് ഞാൻ കരയുന്നായിരുന്നു സന്തോഷം കൊണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ പറയും എങ്ങനെയുണ്ട് പഠിക്കാൻ, അവിടെ കുഴപ്പമുണ്ടോ, കുഴപ്പമില്ല എന്നാണ്. പക്ഷെ എൻ്റെ മോള് ഇത്രയ്ക്കും കൂടെ എത്തിപ്പെട്ടപ്പോൾ ദൈവത്തിന് ഞാൻ നന്ദി പറയണം. അതോടൊപ്പം നിങ്ങളോട് ഞാൻ നന്ദി പറയാണ്. ഇതിന് മേലേക്കും കൂടി പോകണം എൻ്റെ മോളിൽ നിന്നുള്ള ആഗ്രഹമാണ് എനിക്ക് ഇത്രയേ പറയുള്ളൂ. പിന്നെ അവളുടെ ചേട്ടൻ, അവളെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരാണ് അവളെ ഇത്രയും പഠിപ്പിക്കാനായിട്ട് കോഴ്സിൽ ചേർത്ത് ചെയ്തു. അവർക്കും പ്രത്യേകം നന്ദി പറയേണ്ട ആവശ്യമില്ല, എന്നാലും നന്ദി പറയാണ് എല്ലാവരോടും. നിങ്ങളോടായാലും ഞാൻ നന്ദി പറയാണ്.